എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മെയ് ലില്ലീനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ കഴിയാറായി. ആദ്യം ഏപ്രിലോ മെയിലോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു സുന്ദര ഭാവം കാണാമായിരുന്നു. ഇതിപ്പം എല്ലാം കൊഴിഞ്ഞൊരു വല്ലാത്ത ഒരു ലുക്കിലാണ് അത് നിൽക്കുന്നത്. ഇത് വിരിഞ്ഞ് വരുന്ന സമയം ഭയങ്കര ഭംഗിയാണ്. ഇതിനെക്കാട്ടി എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഇതിൻ്റെ ഇലകൾ എൻ്റെ അമ്മോ എന്നാ ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ നിൽക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇത് എപ്പോഴും ത്രൂ ഔട്ട് നമ്മൾ ഇയർ കാണാൻ പറ്റില്ല. ഇത് മെയ്യിൽ മാത്രമേ വരുള്ളൂ. ഏപ്രിൽ മെയ് നമ്മുടെ സമ്മർ വെക്കേഷന് കണ്ടോ ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇലയുടെ ഭംഗിയുണ്ടോ. അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് പൂവിനേക്കാളും ഭംഗി ഇലയ്ക്കാന്ന് തോന്നിപ്പോവും. ഒരു തുളിപ്പിൻ്റെയൊക്കെ ഒരു നമുക്ക് നമ്മുടെ നാടൻ വേർഷൻ തുളുപ്പെന്നൊക്കെ പറയാം. കാരണം അതിൻ്റെയൊക്കെ പോലൊരു ഇലയും അതിനെയൊക്കെ പോലൊരു കായല്ലല്ലോ വിത്തും. പിന്നെ അതിൻ്റെ അത്ര ഭംഗിയില്ലെങ്കിലും നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഭംഗിയിലുള്ള പൂവാണിത്. ഈ പൂക്കളാണ് മഴ കാരണമാണ് കുറച്ച് ഡള്ളായി നിൽക്കുന്നത്. അല്ല വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കിഴങ്ങുകളാണ് കേട്ടോ. ഇത് മണ്ണിനടിയിൽ കിടന്ന് ഈ ഒരു സമയമാകുമ്പോൾ പൊന്തി വരും. ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടവും ഇങ്ങനെ ഇത് നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ നിറച്ച് പൂത്തിങ്ങനെ കിടക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള ഇലകളുമാണ്, നല്ല പൂക്കളാണ്. ഫസ്റ്റ് ഇലകൾ മറന്നുപോയി കേട്ടോ. ആദ്യം പൂക്കളോ ഇലകളോ വരും. അതാ ഒരെണ്ണം സെപ്പറേറ്റാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടോ നല്ല മഴ കൊണ്ട് പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇലകൾ. പക്ഷേ ഇത് ഈ മെയ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് പോവും. ഇതങ്ങ് ചീത്തയായിപ്പോൾ പിന്നെ ഇവിടെ ഇത് ഉണ്ടായിരുന്നെന്ന് പോലും ഇതിന് തെളിവുണ്ടാവില്ല. അങ്ങനെയാണ്. ഇതിവിടെ നിന്നിട്ടുണ്ടാകുന്ന പോലും നമുക്കറിയാൻ പറ്റില്ല. ഇനി അടുത്ത മെയ് മാസം ആകുമ്പോൾ കറക്റ്റായിട്ടത് കലണ്ടർ നോക്കി വരുന്ന കണക്ക് കറക്റ്റായിട്ട് നോക്കി വരും. അതാണ് ഈ നമ്മുടെ ബ്യൂട്ടിഫുൾ പൂക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില ചീപ്പ് കണ്ടിട്ടുണ്ട്. മറ്റേ എങ്ങനെ ഈ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ചീപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത്. നല്ല രസമാണ്. പൂ പൂക്കഴിഞ്ഞാൽ വേറൊരു മോഡലാണിത് കണ്ടോ. ഇതാണ് അത്. പൂക്കളെല്ലാം പൊഴിഞ്ഞ് പൂക്കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ താഴെ കിഴങ്ങുണ്ട്. ആ കിഴങ്ങിൽ നിന്ന് ഇങ്ങനെ ഇല കിളിച്ച് വന്ന് മെയ് മാസം ആകുമ്പോൾ കൂട്ടത്തോടെ നിൽക്കുന്നതാണ്. കൂട്ടത്തോടെ ഇവിടെ ഒരു കിഴങ്ങുണ്ടായിരിക്കും. അതാണ് ഈ കൂട്ടത്തോടെ നിറച്ചിങ്ങനെ പൂത്ത് വരും. കാരണം ഈ വേനൽക്കാലത്താണ് വരുന്നത്. അപ്പോൾ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം ഇത് കഴിയാറായിട്ടുണ്ടാവും. അതാണ് ഈ കണ്ടോ എല്ലായിടവും പിന്നെ പൂക്കൾ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണിത്. നിലത്ത് കൊണ്ടുവയ്ക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരുപാടായിട്ട് പറമ്പിൽ വരും. അപ്പോൾ അതൊരു പ്രിക്കോഷനായിട്ട് എടുത്തോണം. കാരണം കാണാനുള്ള ഭംഗിയുണ്ട്. നിലത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് അയ്യ മുഴുവൻ ഇങ്ങനെ കാട് പിടിച്ച പോലെയാവും. ഇത് മാക്സിമം ഒരു ചട്ടിയിലോ ഒരു വലിയ ചട്ടിയിലോ അല്ല 2-3 കിഴങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ തുളുപ്പ് പോലത്തെ തുളുപ്പിൻ്റെയൊക്കെ കിഴങ്ങ് കണ്ടിട്ടുണ്ടോ. ഒരു ചെറിയൊരു കിഴങ്ങ് പ്ലാന്റ് ആണല്ലോ, അതുപോലെയാണിത്. അതിൻ്റെ പോലെ ഒരു സവാള പോലത്തെ ഒരു കിഴങ്ങാണിത്. ഇത് കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ വല്ല ചട്ടിയിലും വെച്ചിരിക്കാം. അപ്പോൾ മെയ് മാസം ആകുമ്പോൾ ചട്ടിയിൽ പൂത്തോളൂ. നമ്മൾ വെറുതെ റിസ്ക് എടുക്കരുത്. കാരണം ഇത് പിന്നീട് ഫുള്ളാവും. ഞാൻ എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കൊന്നും അല്ല. എന്നിരുന്നാലും എല്ലായിടും ആവും അത് ഇങ്ങനെ. പക്ഷേ അങ്ങനെ ഭംഗിയുള്ള പൂക്കളാണ്. ഇതെല്ലാം മഴയത്ത് കൊഴിഞ്ഞു പോയി. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ഒറിജിനൽ ഭംഗി കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എല്ലാം പോയി കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ, കാട് പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് പൂത്ത് നിൽക്കുമ്പോഴുള്ള ഭംഗി അതൊരു വേറെയാണ്. എന്നിരുന്നാലും കണ്ടോ ഇതുപോലെ ഇങ്ങനെ പടരും. ഒരു കിഴങ്ങ് വഴി അടുത്ത കിഴങ്ങ് വന്ന് അടുത്ത ഒരു 2-3 വെക്കേഷൻ കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്കൊരു ലില്ലിത്തോട്ടം ഉണ്ടാക്കാം. അതിനെക്കാട്ടി ഇത് ചെടിച്ചട്ടിയിൽ വെച്ച് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ.